ക്രിസ്മസിന് തൊട്ടടുത്ത ദിവസം ഞങ്ങൾ പൂനെയിൽ നിന്നും കൊങ്കൺ പ്രദേശത്തേക്ക് പുറപ്പെട്ടു. മഹാരാഷ്ട്രയുടെ തീരപ്രദേശമാണ് കൊങ്കൺ. ധാപ്പൊളിയാണ് ലക്ഷ്യം. നല്ല തണുത്ത വെളുപ്പാൻ കാലം. പൂന നഗരം ഉണർന്നു വരുന്നതേയുള്ളൂ. മനുഷ്യരും കന്നുകാലികളും ആക്റ്റീവായി വരുന്നു. റോഡിൽ ഒരു അപകടം നടന്നിട്ടുണ്ട്. ഒരു വാഹനം ഡിവൈഡറിന് മുകളിൽ കയറി നിൽക്കുകയാണ്. അടുത്തിടെ ഇത്തരം നിരവധി അപകടങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു. റോഡ് ഡിവൈഡറുകൾ അഥവാ മീഡിയനുകൾ കൂടുതൽ വിസിബിൾ ആകേണ്ടതുണ്ട്. മുന്നിൽ കരിമ്പ് കയറ്റിയ ഒരു വണ്ടി പോകുന്നു. ഇത് കരിമ്പിൻ്റെ വിളവെടുപ്പിൻ്റെ സീസൺ ആണ്. ഇനി ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ ചൂട് കൂടുമ്പോൾ നിരവധി കരിമ്പിൻ ജ്യൂസ് സ്റ്റാളുകൾ നമുക്ക് കാണാൻ കഴിയും. ആധുനികതയും പൗരാണികത്വവും സമന്വയിക്കുന്ന നഗരമാണ് പൂന. സാരസ്ബാഗ് കടന്ന് ചാന്ദിനി ചൗക്കിലൂടെ പിരങ്കുട്ടും പൗഡും കടന്ന് മുൾഷിയിലേക്ക് നീളുന്ന റോഡിന് ഇരുവശവും പുതിയതും പഴയതുമായ നിരവധി നിർമ്മിതികൾ കാണാവുന്നതാണ്. ഡിഫൻസ്, ഹെൽത്ത് കെയർ, ഓട്ടോമൊബൈൽ, IT ഇൻഡസ്ട്രികളുടെ വളർച്ച പൂന നഗരത്തെ വിസ്തൃതിയിലേക്ക് വളരുവാൻ പര്യാപ്തമാക്കിയിട്ടുണ്ട്. സിറ്റി സെൻറ്ററിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്ററോളം ചുറ്റളവിൽ ഈ നഗരം വളർന്നു കഴിഞ്ഞിരിക്കുന്നു. നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് മെട്രോ, ബസ് സർവീസുകൾ കാണാവുന്നതാണ്. ഈ നഗരം വെൽ കണക്റ്റഡ് ആണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. രാവിലെ ആയതുകൊണ്ടാകാം വാഹനത്തിരക്ക് കുറവാണ്. ഉള്ള വാഹനങ്ങളെല്ലാം സാമാന്യം വേഗതയിലുമാണ് പോകുന്നത്. പല വാഹനങ്ങളും ഇൻഡിക്കേറ്ററുകൾ നൽകുന്നില്ല എന്ന ഒരു പോരായ്മ കണ്ടു. ഒരു ഇൻഡിക്കേറ്ററും നൽകാതെ ഒരു സീനിയർ സൈക്ലിസ്റ്റ് പെട്ടെന്ന് വലതുവശത്തേക്ക് തിരിഞ്ഞുപോയി. പഴയ കാലത്ത് പൂന സൈക്കിളുകളുടെയും 2 വീലറുകളുടെയും നഗരമെന്ന് അറിയപ്പെട്ടിരുന്നു. ഡെഡിക്കേറ്റഡ് ട്രാക്കിനായി സൈക്കിൾ പ്രേമികൾ വളരെ നാളായി ശ്രമിക്കുന്നുണ്ട്. അത് നടപ്പായാൽ നന്നായിരുന്നു. ചുറ്റുപാടും നോക്കിയാൽ റോഡിന് ഇരുവശങ്ങളിലും മുൻപ് പറഞ്ഞതുപോലെ പഴയതും പുതിയതുമായ നിർമ്മിതികൾ ധാരാളം കാണാവുന്നതാണ്. മുൾഷിയിലേക്ക് കടക്കുമ്പോൾ ദൂരെ വെസ്റ്റേൺ ഘട്ടിലെ മലനിരകൾ ദൃശ്യമാകുന്നുണ്ട്. മനോഹരമായ പ്രകൃതി. വിൻ്റർ സീസൺ കടുത്തു വരുന്നു. ആളുകൾ തീ കായാനും വെയിൽ കായാനും ഒത്തുകൂടി നിൽക്കുന്നു. സൂര്യൻ ഉദിച്ചു വരുന്നതേയുള്ളൂ. വഴിയരികിലുള്ള റെസ്റ്റോറൻറ്റുകൾ സജീവമായി വരുന്നുണ്ട്. ചുരം കയറി തുടങ്ങുന്നതേയുള്ളൂ. താമനി ഘാട്ട് കാത്തിരിക്കുന്നു. ചുരം കയറിപ്പോകുന്ന റോഡ് താരതമ്യേന നല്ലതാണ്. വളഞ്ഞു വളഞ്ഞു പോകുന്നു എന്ന് മാത്രം. That is very exciting. Though it's a challenging terrain, the roads are good and well maintained. Conveniently located between Pune and Mulshi, Tamni Ghat offers an ideal retreat from the hustle and bustle of city life. Popular attractions like the Tamni Waterfall and Mulshi Dam make it a must-visit destination. It's also a paradise for bird watchers, providing an opportunity to spot diverse avian species amidst the dense greenery. While monsoon in Maharashtra is often challenging, Tamni Ghat reminds us of its magical charm. If we look past the difficulties, it reveals the greener, more vibrant side of nature. A place where the rain enhances every view and leaves an unforgettable impression.
Even though monsoon enhances the beauty of the Ghats, views in the winter too is mesmerizing. പ്രകൃതി റീലോഡ് ചെയ്യുന്ന സമയമാണ് മൺസൂൺ. പക്ഷേ ആ സമയം മണ്ണിടിച്ചിലും പാറ വീഴ്ചയുമൊക്കെ പ്രതീക്ഷിച്ചു വേണം ഇവിടേക്ക് വരാൻ. ഈ വഴി പോകുമ്പോൾ മുൾഷി ലേക്കിന് അടുത്ത് നിർത്തി തടാകത്തിൻ്റെ തീരത്തേക്ക് നടക്കാം. തടാക തീരവും പരിസരവും പ്ലാസ്റ്റിക് മാലിന്യം കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. പബ്ലിക് കംഫർട്ടബിൾ സ്റ്റേഷനുകൾ നിർമ്മിക്കാനും വൃത്തിയായി സൂക്ഷിക്കാനും വേണ്ടപ്പെട്ടവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പൂനെയിൽ നിന്ന് ദാപോളി വരെ ഏകദേശം 200 കിലോമീറ്റർ ദൂരമുണ്ട്. ഇത് താമിനി ഘാട്ട് മാൻഗാവ് ഖേഡ് വഴി സഞ്ചരിക്കുമ്പോഴുള്ള ദൂരമാണ്. മറ്റ് വഴികളും ഉണ്ട്. താമിനി ഘാട്ടിലെയും മാൻഗാവ് മുതൽ ഖേഡ് വരെയുമുള്ള റോഡുകൾ നല്ലതാണെങ്കിലും ഖേഡ് മുതൽ ദാപോളി വരെയുള്ള സ്റ്റേറ്റ് ഹൈവേ അത്രയ്ക്കൊന്നും സുഖപ്രദമല്ല. കൂട്ടത്തിൽ പറയട്ടെ, ഗൂഗിൾ ആൻറ്റി ചിലപ്പോഴൊക്കെ പണി തരും. അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കഴിയാത്ത വഴികളിൽ എത്തിപ്പെട്ടേക്കാം. അതുകൊണ്ട് ഇടയ്ക്കിടെ ചോദിച്ച് പോകുന്നതായിരിക്കും നല്ലത്. ഞങ്ങൾ താമസിച്ചത് വാഗവല്ലി ദാപോളി റോഡിലെ ദേവ് വില്ലയിലായിരുന്നു. 3 ബെഡ്റൂം വില്ലയാണ്. വിലപേശി കിട്ടിയത് ദിവസം 5000 രൂപ വാടകയ്ക്ക്. എയർബിഎൻബി booking.com സൈറ്റുകളിൽ നോക്കിയാൽ ഏകദേശം 7000 രൂപയെന്ന് കാണാം. മനോഹരവും ശാന്തവുമായ പരിസരം. കുറേ ഏറെ വില്ലകളുള്ള ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയാണ്. ഒത്ത നടുക്കായി ഒരു റെസ്റ്റോറൻറ്റും ഉണ്ട്. റെസ്റ്റോറൻറ്റിലേക്കുള്ള വഴി ജംബാചീര സ്റ്റോൺ, ചുവന്ന വെട്ടുകല്ല് പാകിയതാണ്. കൊങ്കൺ പ്രദേശത്ത് നിർമ്മാണ ആവശ്യങ്ങൾക്കായി ഈ ചുവന്ന വെട്ടുകല്ലുകൾ ഉപയോഗിക്കുന്നു. വെസ്റ്റേൺ ഘാട്ടിലെ ക്വാറികളിൽ നിന്ന് ഈ കല്ലുകൾ ലഭ്യമാണ്. ഈ കല്ലുകൾ ഉപയോഗിച്ചുള്ള നിർമ്മിതികളുടെ റസ്റ്റിക് ലുക്ക് അടിപൊളിയാണ്. റെസ്റ്റോറൻറ്റിൽ ഹേസൽ എന്ന നായ്ക്കുട്ടി ഞങ്ങളെ ഹൃദയപൂർവ്വം സ്വീകരിച്ചു. വൃത്തിയുള്ള പരിസരം, ചെറുതാണെങ്കിലും അത്യാവശ്യം വേണ്ട അറേഞ്ച്മെൻറ്റ്സൊക്കെ ഉണ്ട്. ലളിതവും രുചികരവുമായ വെജിറ്റേറിയൻ താളിയിൽ 1-ാം ദിവസം അവസാനിപ്പിക്കുന്നു. ദാപോളിയിലെ കൂടുതൽ വിശേഷങ്ങൾ അടുത്ത 2 എപ്പിസോഡുകളിൽ പങ്കുവയ്ക്കാം എന്ന് കരുതുന്നു.